വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എനിക്കറിയാം ഗൈസ്, ഇവിടെ എല്ലാ ആൾക്കാരാണ്. നമ്മളിവിടെ ഞാൻ സൈക്കാട്രിക് പോസ്റ്റിൻ്റെ കുറച്ച് റിവ്യൂവും കാര്യമൊക്കെ പറയാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ് കിട്ടുന്നത്. ആക്ച്വലി നമുക്ക് അസൈൻമെൻറ്റും കാര്യമൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലിരിപ്പുണ്ട്, എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇൻട്രോ പറയുമ്പോൾ ഇങ്ങനെ ചിരി വരുമെന്ന്. ഞാനത് പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി അപ്പോൾ നമ്മുടെ കോളേജൊക്കെ ഇപ്പം കൂടെ കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ അപ്പം തന്നെ എൻ്റെ ക്യാമറയൊക്കെ എടുത്തിട്ട് ഓടി വന്നതാണ്. കാരണം ഇത് ഒത്തിരി ലാഗ് അടിക്കും അല്ലെങ്കിൽ. അപ്പം നമുക്കിന്ന് സൈക്കാട്രിക് പോസ്റ്റിൻ്റെ കാര്യം പറയാൻ കഴിച്ചു. ഞാൻ പോയിട്ടൊരു 15 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ ആക്ച്വലി നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് അതിന് മുമ്പ് ഒരു 1 വീക്ക് മുമ്പ് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മൾ തമ്മിലൊക്കെ സെറ്റാക്കി ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടാണ് ഞാൻ പോയത്. ഓൾറെഡി ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്കൊന്നും അറിയില്ല ഞാൻ സൈക്കാട്രിക് പോസ്റ്റിങ്ങിൽ 15 ദിവസം പോയതും. എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ കുറേ പേര് ചോദിച്ചു അതെന്താ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട്. കാരണം കയ്യിൽ ഫോണില്ല. ഒബ്വിയസ്ലി നമുക്ക് ഫോണിലൊന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളൊരു അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഒരാൾക്ക് മാത്രമേ ഇതെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ റൂമിൽ നിന്ന്. അപ്പം ഈ ഒരാൾ എടുത്താൽ തന്നെ നമുക്ക് 1 വീക്കിൽ 2 തവണ 1 മണിക്കൂർ വെച്ചിട്ടേ നമുക്ക് തരുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. ഓൾറെഡി ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ശീതൾമറയാണ്. ശീതൾമറത്തിനെ അറിയാമായിരിക്കും, എൻ്റെ സീനിയറാണ്. അപ്പം ചേച്ചി ഞാൻ ചേച്ചിന്ന് വിളിക്കാറില്ല, ഞാൻ എപ്പോഴും ശീതൾമറയെന്ന ആളെ വിളിക്കാറുള്ളത്. അതുകൊണ്ട് അപ്പോൾ ശീതൾമറയായിരുന്നു എൻ്റെ അക്കൗണ്ടെല്ലാം ഹാൻഡിൽ ചെയ്ത്. ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ടിൽ സ്റ്റോറീസും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ചാനലിലും നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കെല്ലാം ഷെയർ ചെയ്തിരുന്നത് ശീതൾമറയാണ്. ആൻഡ് പുള്ളിക്കാരി ഭയങ്കര നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. 15 ദിവസം ഒന്നും അറിയാത്ത ഒരാൾ ഞാനെല്ലാം പറഞ്ഞു കൊടുത്തത് വെച്ച് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു കാര്യമായിരുന്നു. ആൻഡ് അതിന് നന്ദിയുണ്ട്, വളരെ നന്ദി. അങ്ങനെ നമ്മൾ 15 ദിവസം ഫസ്റ്റ് ചെന്ന ഡേ ഈ സൈക്കാട്രിക് പോസ്റ്റിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സിംഗുള്ള പിള്ളേർക്ക് അറിയായിരിക്കും. നഴ്സിംഗ് അല്ലാത്ത അർത്ഥം വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സൈക്കാട്രിക് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 15 ദിവസത്തേക്ക് ഒന്നെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റീഹാബ് സെൻറ്റർ പോലത്തെ ഒരു സ്ഥലത്ത് സൈക്കാട്രിക്കലി ഇല്ലായിട്ടുള്ള ആൾക്കാരുടെ അടുക്കെ പോയി നമ്മൾ അവരെ കെയർ ചെയ്യുക, അല്ലെ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളാണ്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ചെന്ന് നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡേ സ്കൂളേഴ്സായിട്ട് പോകാം. അതായത് രാവിലെയും വൈകിട്ടും രാവിലെ ചെന്ന് അവിടെ ഒബ്സർവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊസീജിയറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ബസ്സിൽ വന്നവർ വിളിച്ചുകൊണ്ട് പോകുന്ന സെറ്റപ്പിൽ അങ്ങനത്തെ ഡേ സ്കൂളേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഡേ സ്കൂളേഴ്സ് എല്ലാവരും നമ്മളവിടെ ചെന്ന് നിന്ന് 15 ദിവസം അവിടെ നിന്നിട്ടുള്ള പരിപാടിയായിരുന്നു നമുക്ക്. അപ്പോൾ അത് കുറച്ച് മെനയുള്ള പരിപാടിയായിരുന്നു. ആൻഡ് നമ്മൾ കുറച്ച് നമ്മുടെ വെട്ടിയും പ്രമാണവും 15 ദിവസത്തേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് പോയത്. ഫോൺ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളെടുത്തു. 15 ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ചീപ്പ്, സോപ്പ്, ബക്കറ്റ്, അച്ചാർ വേണ്ടവർക്ക് അച്ചാറൊക്കെ കൊണ്ടുപോയിരുന്നു. നമ്മൾ അച്ചാർ നമ്മൾ കൊണ്ടുപോയത് 15 ദിവസം ഞങ്ങൾ കൊണ്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടബംസ് എന്ന് പറഞ്ഞിട്ടൊരു റീഹാബ് സെൻറ്ററിലായിരുന്നു. ആൻഡ് അത് വലിയൊരു സ്ഥാപനമാണ്, വലിയ സാധനമാണ്. ആൻഡ് അവിടെ ഇഷ്ടംമാതിരി റെസിഡൻസ് ഉണ്ട്. റെസിഡൻസ് എന്നാണ് നമ്മൾ പേഷ്യൻസ് എന്ന് പറയാറില്ല, നമ്മളവിടെ പറയുന്നത് റെസിഡൻസ് എന്നാണ്. അപ്പം അവരവിടെ ഉണ്ടായി. ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, പല ടൈപ്പ് അസുഖമുള്ളവരുണ്ട്. അപ്പം നമുക്ക് 15 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുറത്തോട്ടൊന്നും അങ്ങനെ അധികമൊന്നും വിടില്ല. മീൻസ് അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിടാറില്ല. ആക്ച്വലി നമുക്ക് അവിടെ ഒരു കടയുണ്ട്, അവരുടെ തന്നെ ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പി നടക്കുന്ന ഒരു കുഞ്ഞൊരു കടയുണ്ട്. നമുക്ക് അവിടെ മാത്രമേ പോകാൻ ഇവർ അലൗഡ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ആണെങ്കിൽ ആകെപ്പാടെ എണ്ണിപ്പെറുക്കി 2-3 ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 15 ദിവസം നമുക്ക് അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്തായാലും ചെയ്തത് വലിയൊരു കാര്യമായിരുന്നു. ഞങ്ങളൊരു ബാഗ് നിറച്ച് സ്നാക്സ് ഉണ്ട്. ഞങ്ങളുടെ റൂമിൽ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 6 പേരും ബാഗ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ബാഗ് നിറച്ച് സാധനം കൊണ്ടുപോയതുകൊണ്ട് 15 ദിവസം നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് പോസ്റ്റിംഗ് തുടങ്ങിയത് കഴിഞ്ഞ മാസം 16-ന്
തീർന്നത് കഴിഞ്ഞ മാസം 30-ന് നമ്മൾ തിരിച്ചിവിടെ വന്നായിരുന്നു. 30-ന് നമ്മളിവിടെ വരാൻ കാരണം ആക്ച്വലി നമുക്ക് 31 വരെ ഉണ്ടായിരുന്നു. നമ്മൾ 30-ന് ഇവിടെ എത്തി. സംഭവം നമുക്കിവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് 5 ദിവസം വരെ നീട്ടി വെച്ചു. ഈ ഗണേശ് ചതുർത്ഥി എന്ന് പറഞ്ഞിട്ട് കർണാടകയിലൊരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നീട്ടി ഒരു 3 ദിവസത്തെ പരിപാടി ഒരു 5 ദിവസം നീട്ടിയായിരുന്നു നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് 31-ാം തീയതി വരെ നമ്മൾ 30-ാം തീയതി എത്തി. അപ്പോൾ ചെന്ന ഫസ്റ്റ് ഡേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. നമ്മൾ ബസ്സിൽ നമ്മുടെ കോളേജ് ബസ്സിൽ തന്നെയാണ് നമ്മൾ പോയത്. ഇവിടുന്ന് അങ്ങോട്ട് പോയത് ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം എല്ലാവർക്കും കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ട്രോളി എടുത്തിട്ടാണ് പോയത്. ഭാഗ്യത്തിന് അത് നല്ല കാര്യമായിരുന്നു. ഞാൻ എന്തോ ഭാഗ്യത്തിനാണ് ഒരു ട്രോളി എടുത്തത്. ആകെപ്പാടൊരു ട്രോളിയുള്ള അത് ഞാൻ എടുത്തിട്ടാണ് പോയത്. അതിനകത്ത് മൊത്തം സാധനം ഉണ്ടായിരുന്നു. ആൻഡ് ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബസ്സിനകത്ത് കയറ്റണം. ഭയങ്കര കോമഡി ആയിരുന്നു എൻ്റെ അമ്മി. അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മളവിടെ ചെന്നിറങ്ങുന്നത് നമ്മളൊരു ക്യാമ്പസിലാണ്. അപ്പോൾ ആ ക്യാമ്പസിൽ കുറേ ആൾക്കാർ ഓൾറെഡി കുറേ പിള്ളേർ വേറെ കോളേജിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊന്നും നമുക്കറിയത്തില്ല, അവർക്ക് നമ്മളെ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവർ ഇങ്ങനെ മുഖാമുഖം കാണുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷൻ ഒബ്വിയസ്ലി ഒരു പുച്ഛഭാവം എല്ലാവർക്കും എന്തൊക്കെ കാണുമല്ലോ, അതെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ചെന്നു. നമുക്ക് വേണ്ട നമ്മൾ ഡോർമെട്രിയിലായിരുന്നു. റൂംസ് ഒന്നും ഇവിടെ ഇല്ല. ഡോർമെട്രിയിൽ നമ്മളെ അലോട്ട് ചെയ്തു. അത് നമ്മൾ കിടന്ന ഡോർമെട്രിയിൽ ഒരു 48 പേരുണ്ടായിരുന്നു, ഡബിൾ ഡെക്കർ. ആൻഡ് ഫസ്റ്റ് ടൈമാണ് കോളേജ് ഹോസ്റ്റലിൻ്റെ ഒരു വൈബ് കിട്ടിയ ഒരു ഡോർമെട്രി. അതിന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ പെയിൻ്റ് അടിച്ചൊന്നും കാണാനേ ഇല്ല. അവിടെ മൊത്തം പേരും അതും ഇതും ഡേറ്റും. പിന്നെ ഈ ഫോണില്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭിത്തി കാണുന്നത് ഈ കലണ്ടറാണ്. അവർ വന്ന എപ്പോഴാണോ അത് മുതൽ ഇങ്ങനെ എഴുതി വെട്ടി കലണ്ടേഴ്സ് ആയിരിക്കും. പിന്നെ കുറച്ച് കോമഡി ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസും അവിടുത്തെ ആൾക്കാരെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഹോസ്റ്റലിൻ്റെ ഒരു വൈബ് അടിച്ചൊരു ഡോർമെട്രി കിട്ടണേ. ആൻഡ് നല്ലപോലെ അത് കൊള്ളായിരുന്നു. പിന്നെ അവിടുത്തെ നല്ല നല്ല കാര്യങ്ങളിലൊന്നാണ് അത്. ഒരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഫസ്റ്റ് ഡേ നമുക്ക് ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡായിരുന്നു. നമ്മൾ 3 നേരം ചപ്പാത്തിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ചപ്പാത്തി എന്ന് കഴിഞ്ഞാൽ നോർമൽ ചപ്പാത്തി എല്ലാവരും അവിടെ തന്നെ ഉണ്ടാക്കണ എന്തോ ടൈപ്പ് ഒരു റൊട്ടി പോലത്തെ സാധനമാണ്. സാധനം സോഫ്റ്റൊക്കെയാണ് കേട്ടോ കഴിക്കാൻ. പക്ഷേ 15 ദിവസം ഞാൻ 3 നേരവും ചപ്പാത്തി കഴിച്ചിട്ട് മടുത്തില്ലെന്നുള്ളതാണ്. പിന്നെ അതിന് മടുപ്പുണ്ടാക്കുന്ന കാര്യം കറിയാണ്. അവിടുത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെള്ളം മാതിരിയാണ്. നമ്മുടെ ഇവിടെ ഹോസ്റ്റലാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കുറച്ച് കുറുകിയ കറിയൊക്കെയാണ് കിട്ടണേ. അവിടെ ഭയങ്കര പതറ്റിക്കായിരുന്നു. നമ്മളിവിടെ ഒഴിച്ച് അവിടെ പോണ വെള്ളം മാതിരിയുള്ള കറിയാണ്. ആൻഡ് പിന്നെ വായിക്കൊള്ളാത്ത കുറച്ച് ബ്രിഞ്ചാളിൻ്റെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര എൻ്റെ അമ്മയെ. അതുകൊണ്ട് നമ്മൾ 3 നേരം പിന്നെ ചോറ് നമുക്ക് ഒബ്വിയസ്ലി കറി കൊള്ളാത്തതുകൊണ്ട് നമ്മൾ ചോറ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ചപ്പാത്തി നമ്മൾ അച്ചാറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാറൊക്കെ. അപ്പോൾ അത് കൂട്ടി നമ്മൾ കഴിച്ചു. ഫുഡ് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇടയ്ക്കൊക്കെ നല്ല കറികളുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് ആയതുകൊണ്ട് അവർ ലാസ്റ്റ് നമുക്ക് ബിരിയാണി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. എഗ് ബിരിയാണി. എൻ്റെ അമ്മ അത് കോമഡി ആയിരുന്നു. ഞങ്ങൾ എഗ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്നു. റൈസ് പോരായിരുന്നു, തീരെ പോരായിരുന്നു. ഒരു മുട്ട നമുക്ക് കിട്ടും സെപ്പറേറ്റ്. അതിനുള്ള സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് അവിടെ പോണ വെള്ളം മാതിരിയുള്ള തൈരിനകത്ത് ഇഷ്ടംമാതിരി വെള്ളം വെച്ചിട്ടായിരുന്നു അവിടുത്തെ അന്നത്തെ തൈര് തന്നത്. ആൻഡ് അതൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. കുറേ പേർക്ക് ഇഷ്ടപ്പെടാണ്ട് ഫുഡ് കഴിക്കാതിരുന്ന 15 ദിവസം നീക്കിയ പിള്ളേരുണ്ട്. പക്ഷെ ഞങ്ങൾ പട്ടിണി കിടന്ന് ശീലമില്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ അതാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ പിന്നെ നമുക്ക് കുറച്ച് ഓറിയൻറ്റേഷൻ ക്ലാസ്സസും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓറിയൻറ്റേഷൻ തരാൻ വേണ്ടിയിട്ടൊക്കെ പോയി. ഏകദേശം ഒരു 5 ക്യാമ്പസ് ഉണ്ട് അവിടെ. അത്രയ്ക്കും വലുതാണ്. കുറച്ച് റീഹാബ് സെൻറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ. പിള്ളേർക്ക് എല്ലാവർക്കും അത്യാവശ്യം ക്യാമ്പസ് എന്തായാലും ഒറ്റ പിള്ളേർ പറയത്തില്ല പന്നലായിരുന്നു എന്ന് പറയില്ല. ബിക്കോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്യാമ്പസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. അവിടുത്തെ റെസിഡൻസ് ആണെങ്കിലും നമ്മളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആൾക്കാരാണ്. അങ്ങനെ അവിടെ ഫസ്റ്റ് ഡേ നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, കിടന്നു. നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ പിള്ളേർക്ക് മൂട്ടകടി കിട്ടിയായിരുന്നു. ഗൈസ്, മൂട്ട നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. മൂട്ട എന്താണെന്ന് ബെഡ് ബഗ്സ് എന്ന് പറയും. എൻ്റെ അമ്മോ,
ഒന്നും പറയാനില്ല. എൻ്റെ റൂമിലാണെങ്കിൽ എനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാ എണ്ണത്തിനും കിട്ടി. എനിക്കെന്താ ഞാൻ ഇപ്പോഴും ഓർക്കണേ, എൻ്റെ ബെഡിലില്ലായിരുന്നു സാധനം. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബാക്കി എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും ബെഡിലുണ്ടായിരുന്നു. അതിൻ്റെ എനിക്ക് മാത്രം കടി കിട്ടിയില്ല. ബാക്കി എല്ലാവർക്കും കടി കിട്ടി. കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ എൽബോഡി ഇവിടെയാണ് കടിച്ചത്. മൊത്തത്തിൽ ഇങ്ങനെ കടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ സാധനത്തിനെ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ സാധനം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കടിച്ച് കഴിഞ്ഞിട്ട് ഇവളുമാർ ഈ രാത്രി ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി ബെഡ് ബഗ്സ് ആണെന്ന്. ഓൾറെഡി നമ്മൾ ശീതൾമരത്തിൻ്റെ ബാച്ചൊക്കെ പോയപ്പോൾ ശീതൾമരത്തിന് കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൂട്ടയായിരിക്കുമെന്ന്. അപ്പോൾ കടി കിട്ടിയപ്പോഴും ഞങ്ങൾക്ക് അറിയാം ഇത് മൂട്ടയാണെന്നുള്ള സംഭവം അറിയാം. അപ്പം നമ്മൾ എന്തോ എനിക്ക് ആക്ച്വലി ഇത് നോക്കാനൊന്നും അറിയില്ല, ഇതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇവൾമാരെല്ലാം കൂടെ ലൈറ്റ് അടിച്ച് ബെഡിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ആക്ച്വലി ഈ സാധനം കാണുന്നത്. നമ്മളുടെ ഈ തലയിലുള്ള പേനില്ലേ, അതിനെ പോലത്തെ തന്നെ ഒരു സാധനം, കുറച്ചുകൂടെ വലുത് ആൻഡ് കുറച്ചുകൂടെ പരന്നിട്ടായിരിക്കും ഈ സാധനം ഇരിക്കണേ. ആൻഡ് ഇത് അമുക്കിയിട്ടും പൊട്ടണില്ല, കൊല്ലാൻ നോക്കിയിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ ബെഡിലുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾക്ക് അവർ ഈ മൂട്ടയ്ക്കുള്ള മരുന്നൊക്കെ അവർ സ്പ്രേ ചെയ്ത് തന്നു. അതിനാണ് ഒരു വല്ലാത്ത നാറ്റമായിരുന്നു. ആ ഡോർമെട്രിയിലോട്ട് നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് അടിച്ചു കഴിഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി നമ്മൾ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് രാവിലെയാണ് അവരടിച്ചത്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഡോർമെട്രി കയറിയിട്ടില്ല. പിന്നെ നമ്മൾ ഈവനിങ്ങിലാണ് ഞാൻ കയറിയത്. കാരണം എനിക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല, എനിക്ക് അങ്ങോട്ട് തെകിട്ടി വരികയാണ് അതിൻ്റെ മണം അടിച്ചിട്ട്. ഒരു വല്ലാത്ത ജാതി മണം. ആൻഡ് വന്നിട്ട് മൂട്ട ചത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചത്തൊന്നുമില്ല കേട്ടോ. ബിക്കോസ് അതിനത്ര വീര്യമൊന്നും ഇല്ലാത്തതാണെന്ന് തോന്നുന്നു, മേ ബി, എനിക്കറിയില്ല. നമ്മൾ വീണ്ടും കുറച്ച് ലൈറ്റൊക്കെ അടിച്ച് നോക്കിയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ബെഡ് ടോട്ടലി മാറ്റേണ്ടി വന്നു ഒരാൾക്ക്. അങ്ങനത്തെ മൂട്ട പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ബാക്കിൽ നല്ല കടിച്ച് നല്ല സീനായിരുന്നു. ചിലവർക്ക് കടിച്ചു കഴിഞ്ഞാൽ നല്ല ചുവന്നിരിക്കും. ചിലർക്ക് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു മുറിവായിട്ട് ഒരുമാതിരി വൃത്തായി പോവും. ഭയങ്കര പ്രശ്നമാണത്. പിന്നെ നമുക്ക് ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സാവലോണൊക്കെ ഇട്ട് കഴുകി സെറ്റാക്കി അങ്ങനെ അങ്ങ് പോയി. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ബാക്കി എല്ലാ കാര്യവും ഇഷ്ടപ്പെട്ടു. ഫുഡ് ഞാൻ എങ്ങനെയാണെങ്കിലും 15 ദിവസം അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. മൂട്ടക്കടി എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. പിന്നെ ക്ലാസ്സസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ റെസിഡൻസും ക്യാമ്പസ് എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ. എൻ്റെ അമ്മേ, ഞാൻ പറയട്ടെ, ഞാൻ ഈ ബാംഗ്ലൂരോട്ട് വരുന്നതിന് മുമ്പ് അത്യാവശ്യം എനിക്ക് നല്ല ടാനിങ് കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് അത് ഫുള്ള് മാറ്റി ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ വെള്ളം ഒട്ടും കൊള്ളില്ല നമ്മുടെ സ്കിന്നിന്. എനിക്ക് ഒട്ടും ഒക്കുന്നില്ല. എന്ന് ചിലവർക്കത് ഓക്കെ ആയിരുന്നു, പക്ഷേ എനിക്കത് ഒട്ടും ഒക്കണില്ലായിരുന്നു. പിന്നെ ഞാൻ ഏത് സമയവും നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ എന്നിട്ടും കാര്യമില്ല, അത്രയ്ക്ക് ഞാൻ ടാൻ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ടാന് കുറഞ്ഞു വരുന്നുണ്ട്, ഒരു ഇച്ചിരിയെ കുറഞ്ഞു വരുന്നുള്ളൂ. കുറയ്ക്കണം നമുക്ക്. ഞാൻ നല്ലതായിട്ട് ടാൻ അടിച്ചു, നല്ലതായിട്ട്. ഞാൻ ഒക്കെ ആണെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അത്രയ്ക്കും ടാൻ എനിക്ക് പറയാനേ വയ്യ. ഞാൻ ഇവിടെ വന്നപ്പോൾ ആക്ച്വലി ശീതന്മാറി എന്നെ പറഞ്ഞു കേട്ടപ്പം പറഞ്ഞായിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് വരണം, നല്ലതാണ്, അടിപൊളി ക്യാമ്പസാണ്. അങ്ങനെ അവർ ആ സെയിം ക്യാമ്പസിൽ തന്നെയാണ് പോയത്. അപ്പോൾ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വരുമ്പോഴത്തേക്ക് കുറച്ച് നന്നായിട്ട് എക്സസൈസൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് വരണമെന്ന്. ആക്ച്വലി ഞാൻ പോയി വന്നപ്പോഴത്തേക്ക് വീണ്ടും ഒന്നും കൂടെ ഗുണ്ട് പോലെ ആയിരുന്നു. കാരണം ഞാൻ പോകുമ്പോഴും അത്യാവശ്യം നല്ല ചബ്ബിയായിട്ടിരിക്കും, തിരിച്ചു വന്നപ്പോഴും അതേ സെയിം, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ശീതന്മാരെയും പറയുക നീ കുറയ്ക്കാനാണോ പോയത് കൂട്ടാനാണോ പോയത്? അപ്പോൾ അതേപോലെ തന്നെ എന്നോടൊക്കെ ചോദിച്ചത് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചു. എല്ലാവരും പറഞ്ഞു, എന്നെ കാണാൻ എല്ലാവരും പറഞ്ഞു നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട്. അറിയാം. പിന്നെ ഞാനിങ്ങനെ മൈൻഡ് ചെയ്ത് വിടുകയാണ്. ബിക്കോസ് എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. മാറുമല്ലോ, പിന്നെ മാറണം. അവിടെ ഏറ്റവും നല്ലപോലെ എൻജോയ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഗേൾസ് കോളേജാണെന്നുള്ളത്. അപ്പം നമുക്കിവിടെ നമുക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്രയും സമയം മാത്രമേ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 8 മണി വരെ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്കൊന്ന് ഒരു ബോഡിക്കൊരു വാമപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം പിന്നെ കുറേ കോളേജിലെ കുറേ ഫ്രണ്ട്സും കുറേ പിള്ളേരൊക്കെ ഉണ്ടായി. കുറച്ച് പേരൊക്കെ നമ്മൾ മിണ്ടി. കുറേ പേരെടുക്കാൻ വന്ന് മിണ്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നപ്പോൾ കുറച്ച് പേരിടയ്ക്ക് വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് വന്ന് മിണ്ടി. പക്ഷേ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്
എനിക്ക് ഭയങ്കര ജാടയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. ബിക്കോസ് ഞാൻ മുഖത്ത് നമ്മൾ ആരാണെങ്കിലും നമ്മൾ മുഖത്ത് നോക്കുമ്പോഴല്ലേ ചിരിച്ചു കാണിക്കുള്ളൂ, അല്ലാണ്ട് നമ്മൾ കയറി ചെന്ന് ചിരിച്ചു കാണിക്കില്ലല്ലോ. അപ്പം ഞാൻ മുഖം എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാനും ഭയങ്കര എന്നെ എല്ലാവർക്കും പേടിയായിരുന്നു. അതുകൊണ്ട് ആരും എൻ്റെ അടുക്കാൻ വന്ന് മിണ്ടിയില്ല. ആൻഡ് ലാസ്റ്റ് ഡേ ആണ് എൻ്റെ അടുക്കയിൽ കുറേ പിള്ളേർ, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ പേരിങ്ങനെ വന്ന് മിണ്ടിയിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു നീ ഭയങ്കര ചാടയാന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് വന്ന് മിണ്ടാഞ്ഞേ. അപ്പം ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി ആക്ച്വലി. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ബിക്കോസ് അത്രയും ദിവസം ഉണ്ടായിട്ട് അവരെനിക്ക് വന്ന് മിണ്ടിയില്ല. ബിക്കോസ് ഞാൻ എൻ്റെ മൂത്ത് ഭയങ്കര ആറ്റിറ്റ്യൂഡ് വെച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ വിചാരിച്ചു, അതുകൊണ്ട് വന്ന് മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടമായി. അതിന് അവർ വന്ന് മിണ്ടിയത് ലാസ്റ്റെങ്കിലും വന്ന് മിണ്ടി എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, എല്ലാവരും വന്ന് മിണ്ടിയതിൽ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അത് പറഞ്ഞില്ല, ഞാൻ ഷിതും പറഞ്ഞിട്ട് കയ്യിൽ അക്കൗണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടായിരുന്നു. അപ്പോൾ ആർക്കും ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം അവരെല്ലാവരും ഇങ്ങനെ ഫോൺ കിട്ടിയ സമയത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അക്കൗണ്ട് മാത്രം ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കണം, അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചെന്നൊക്കെ കേട്ടു ഞാൻ. അപ്പോൾ എന്നാലും നമുക്കങ്ങനെ കുറച്ച് ഫാൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. മീൻസ് ബിക്കോസ് ഞാൻ തന്നെ എന്നെ അറിയാത്ത ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഫസ്റ്റ് ചെന്നപ്പോൾ ആരോടും ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടില്ല. പിന്നെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കും. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഇതായിട്ട് പിടിച്ചോണ്ട് അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ആരോ വന്നിങ്ങനെ പറഞ്ഞു, എടി നീ ചിരിക്കുന്നില്ല, നീ ഭയങ്കര ജാടയാന്ന് കേട്ടു എന്ന് പിള്ളേർ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആരെ നോക്കിയാലും ഇങ്ങനെ ചിരിച്ചോണ്ടാണ് നടക്കണത്. അപ്പോൾ ആർക്കും അങ്ങനെ ഒരു ഫീൽ എന്നെ ആവല്ലേ എന്ന് വെച്ചിട്ട് അപ്പോൾ അത് നല്ല രസമായിരുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും നല്ല കാര്യം, നമ്മൾ ഈ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് നമുക്ക് ടെറസിൽ പോകാൻ പറ്റും. നമ്മുടെ ഇവിടെ നമുക്ക് ടെറസൊന്നും അങ്ങനെ ഓപ്പൺ ആക്കി കിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ടെറസ് അടിപൊളിയായിരുന്നു. ബിക്കോസ് നമ്മൾ ഗേൾസിന് മാത്രമേ നമുക്ക് അവിടെ അലോ ചെയ്യാം, മീൻസ് നമ്മുടെ അവിടെ മാത്രമേ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ നമ്മൾ മണ്ടക്കോട്ട് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഞങ്ങൾ കുറേ പേര് എല്ലാ ദിവസവും, ഞാൻ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ടെറസിൽ പോയിട്ടുണ്ടായി. ആൻഡ് നമ്മൾക്കിങ്ങനെ തുണിയൊക്കെ വിരിച്ചിടാനുള്ള സെറ്റപ്പും കാര്യമൊക്കെയാണ് അവിടെ. അപ്പോൾ ചിലവർ രാത്രിയിൽ തുണി അവിടെ നനയ്ക്കാറുണ്ട്, പക്ഷെ വെട്ടമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഒന്നെങ്കിൽ നമ്മളുടെ ആർട്ടിക്കിൾസ് ബാഗ് ഉണ്ട്, അതായത് നമുക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഈ സ്റ്റെത്തിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഫസ്റ്റ് നമുക്ക് പഠിക്കാൻ വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റെത്തും കുറച്ച് ടോർച്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചിലവർ ടോർച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോർച്ചൊക്കെ അടിച്ചിട്ട് ഇവർ ഇങ്ങനെ ഇരുന്ന് അലക്കണം രാത്രിയിൽ. ഞാൻ ആക്ച്വലി വൈകുന്നേരമൊക്കെ പോയി നനച്ചിട്ട് അവിടെ വിരിച്ചിടും. പിന്നെ ഏറ്റവും അവിടെ മണ്ടയ്ക്ക് പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങന്മാരാണ്. ഇഷ്ടംമാതിരി കുരങ്ങനും ഇപ്പം ഒരച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഒരു 6-7 പിള്ളേർ കാണും. അതും ഇത്രയേ ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. ഈ തള്ള കുരങ്ങൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറേ കുരങ്ങന്മാർ അവിടെ ഉള്ള അക്കന്മാരൊക്കെ നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവർ ചപ്പാത്തി എടുത്തിട്ട് ഇതുങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം അവർ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അവർ തമ്മിൽ ഇങ്ങനെ പിടിക്കലൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ മണ്ടയ്ക്ക് നമ്മൾ ഈ തുണി വിരിച്ചിരുന്ന സമയത്ത് ഇവർ വന്നിട്ട് ഇങ്ങനെ വലിച്ച് നമ്മളിങ്ങനെ പിൻ ചെയ്തിട്ടേക്കുന്ന ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് പോയിട്ട് കടിച്ച് ഫുള്ള് ഇതെല്ലാം പറന്നു പോവും. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനിതുവരെ കളഞ്ഞിട്ടില്ല. ഞാൻ യൂണിഫോം മാത്രമേ അവിടെ കഴിയിട്ടിട്ടുള്ളൂ. ബിക്കോസ് നമ്മുടെ യൂണിഫോം കുറച്ച് വൈറ്റ് ടൈപ്പ് അല്ലേ, അപ്പോൾ എപ്പോഴും അഴുക്കാവും. ഞാൻ എവിടെ നോക്കിയാൽ 2 ദിവസം അതിട്ട് തികച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അഴുക്കാവും. അതുകൊണ്ട് നമ്മളത് എപ്പോഴും കഴുകുമായിരുന്നു. അപ്പോൾ ടെറസ് അടിപൊളിയാണ്. ആൻഡ് നമ്മൾ ഫസ്റ്റ് ഒരു 13 ദിവസങ്ങളിലൊന്നും അധികം ആൾക്കാരില്ലായിരുന്നു ടെറസിൽ. നമ്മൾ ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് നമ്മുടെ ബാച്ചിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗാനമേളയായിരുന്നു ഗൈസ്. നമ്മൾ എല്ലാവരെയും വിളിച്ച് അവിടെ പാട്ട് പാടി ഭയങ്കര അലമ്പും കാര്യമൊക്കെ ആയിരുന്നു. ആൻഡ് 15 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇനിയും പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലവർക്ക് പോകണമെന്നുണ്ട്, എനിക്കും പോകണമെന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി അവിടെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ മിസ് ചെയ്യും. ആൻഡ് കുറച്ച് നല്ല അനുഭവങ്ങൾ തന്നു ജീവിതത്തിനെ കുറിച്ചിട്ട്. ബിക്കോസ്
ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് എല്ലാ ജീവിതം മറിഞ്ഞ് കുറേ പേര് അവിടെ ഉണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ മോട്ടിവേഷനാക്കി പറയാമെന്ന് വിചാരിക്കും, അതുകൊണ്ട് ശരിയാകില്ല. അപ്പം ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റേഷൻ ആയിരുന്നു ഗൈസ് ഈ 15 ദിവസവും. അപ്പം അങ്ങനെ ഒരു മടുപ്പ് മാത്രമേ ഉള്ളൂ, കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ പിന്നെ കുറച്ച് കാർഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കളിച്ചുകൊണ്ട് നമ്മൾ 15 ദിവസം ഇങ്ങനെ നീക്കി കൊണ്ടുപോയത്. പിന്നെ കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ടൈം നീക്കിക്കൊണ്ടുപോയി. കാരണം നമുക്ക് അതിങ്ങനെ എഴുതാം, നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ആദ്യം എഴുതുന്നതുകൊണ്ട് വേറെ സംഭവബഹുലമായിട്ടുള്ള സമയം നീക്കൽ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്ത കാര്യം നമ്മൾ വീണ്ടും റിപ്പീറ്റ്, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഇത് തന്നെ. പക്ഷെ പെട്ടെന്നാണ് കേട്ടോ പോയത്. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പെട്ടെന്നാണ് 15 ദിവസം പോയത്. ഞാൻ പെട്ടെന്ന് തീരുകയും ചെയ്താൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പെട്ടെന്ന് 15 ദിവസം കൂടെ തീർന്നതിൽ. അപ്പോൾ അത്രയാണ് ഗൈസ് നമ്മുടെ. ഇതിനെക്കാട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ബോറടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടി സൈക്കാട്രിക് പോസ്റ്റിങ്ങിൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത വർഷം നഴ്സിങ്ങിൽ പോകാനിരിക്കുന്നവരും പോയവരും ഒക്കെ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ടാറ്റാ.